ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വീണ ആ കുഞ്ഞിനെ ആവശ്യപ്പെടുന്നത് സ്നേഹിക്കാനാണെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. വീണ അതേ വീട്ടിലുണ്ടായിരുന്നപ്പോഴും പലതവണ ഞാൻ വീണയെ നിർബന്ധിച്ചതാ, കല്യാണിയെ നോക്കാനും സ്നേഹിക്കാനും ഒക്കെ. പക്ഷേ വീണ അന്ന് അതൊന്നും ചെവിക്കൊണ്ടതേയില്ല. അന്ന് നിസ്സാര കാര്യങ്ങൾക്ക് പോലും അവൾ കുഞ്ഞിനെ വഴക്ക് പറയുമായിരുന്നു, തല്ലുമായിരുന്നു. വെറുക്കപ്പെട്ട ജന്മമെന്നല്ലാതെ ആ കുഞ്ഞിനെ അവൾ മറ്റൊന്നും വിളിച്ചിട്ടില്ല. എന്നിട്ട് ഓക്കെ നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം ഞാൻ കേട്ടു. ഇനി ഇതിന്റെ നിയമപരമായ അവസ്ഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒന്നാമതായി, നിയമപരമായി നിങ്ങളെ സഹായിക്കാൻ എനിക്ക് പറ്റില്ല. ഞാനതിന് തയ്യാറല്ല എന്നല്ല, തയ്യാറായിട്ട് പ്രയോജനമൊന്നുമില്ല. നിങ്ങൾ രണ്ടുപേരും എഡ്യൂക്കേറ്റഡ് ആണ്, നിയമവ്യവസ്ഥയെക്കുറിച്ച് അത്യാവശ്യം ബോധ്യമുള്ളവരുമാണ്. ഈ പ്രശ്നം കോടതിയിലെത്തിയ കോടതി അന്വേഷിക്കുക ഈ കുട്ടിയുടെ പിതാവും മാതാവും ആരെന്നാണ്. അവരുടെ രണ്ടുപേരുടെ അസാന്നിധ്യത്തിൽ ഒരു കുഞ്ഞിനെ വളർത്തിയെന്ന് പറയുന്നത് അവകാശമായി കോടതി പരിഗണിക്കില്ല. അതൊന്നാമത്തെ വിഷയം. രണ്ടാമത്തെ കാര്യം, ഇത്രയും ചെറുപ്രായത്തിൽ കുഞ്ഞിനെ അവകാശവാദങ്ങളുടെ പേരിൽ കോടതി കൊണ്ടുപോയി നിർത്തണം. ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യത്തിലേ കുഞ്ഞുനാളിൽ ഏൽക്കുന്ന ചെറിയൊരു മാനസിക ക്ഷതം മതി മുൻപോട്ടുള്ള വളർച്ചയെ അത് ബാധിക്കാൻ. കോടതിയിലെ സംഘർഷങ്ങളിൽ ആ കുഞ്ഞിന്റെ മനസ്സ് വല്ലാതെ ഉലയും. പക്ഷെ അത് കഴിഞ്ഞാലും കുഞ്ഞിനെ നിങ്ങൾ വിട്ടുകൊടുക്കേണ്ടി വരും. അതാണ് റിയാലിറ്റി. വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ഇപ്പൊ ഹരിയും നിത്യയും ഒന്നിച്ചാണ് ജീവിക്കുന്നത്. ഹരിയുടെയോ നിത്യയുടെയോ ഡിവോഴ്സ് കഴിഞ്ഞിട്ടില്ല. നിയമപരമായി വീണ ഇപ്പോഴും ഹരിയുടെ ഭാര്യയാണ്. അതേ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നിത്യ ഇപ്പോഴും ജീവന്റെ ഭാര്യയുമാണ്. അങ്ങനെയുള്ള അവസ്ഥയില് നിങ്ങൾ ഒരു കേസുമായി കോടതിയിലെത്തുമ്പോ ആദ്യത്തെ ചോദ്യം നിങ്ങളുടെ ബന്ധമായിരിക്കും. ഒരു സ്ത്രീയും പുരുഷനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുമിച്ചൊരു വീടോ റൂമോ ഷെയർ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഇപ്പോഴുണ്ട്. പക്ഷെ നിങ്ങളെപ്പോലുള്ളവര് അത്തരം ചോദ്യങ്ങൾക്ക് നിന്നുകൊടുക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല, നിങ്ങളുടെ കുടുംബങ്ങൾക്കും. ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, സത്യസന്ധമായ ഒരു ഉപദേശമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ സമാധാനപരമായി ആ കുഞ്ഞിനെ അവർക്ക് വിട്ടുകൊടുത്തേ പറ്റൂ. എന്റെ അഭിപ്രായം ഇതാണ്. ഞാനൊരിക്കലും ആ കുഞ്ഞിന്റെ മനസ്സിലൊരു സംഘർഷം ഉണ്ടാക്കാൻ പറയുന്നില്ല. നിങ്ങൾക്ക് മറ്റൊരു അഡ്വക്കേറ്റിനെ കാണുന്നതിനോ ഉപദേശം തേടുന്നതിനോ തടസ്സമൊന്നുമില്ല. ഐ എം റിയലി സോറി.